കളിച്ചിരി കാര്യം കുട്ടികൾക്ക്. കൂട്ടുകാരെ, ദാ വന്നു, ദേ പോയി. അപ്പോൾ ഇന്നത്തെ കഥ ഒരു പുതിയ പാഠം തന്നെയാണ്. ഒരു സമയകഥ. ആനി എന്ന പെൺകുട്ടിയുടെ കഥയാണിത്. അവൾ മിടുക്കിയായി പഠിച്ചു, ബിരുദം നേടി, ബിരുദാനന്തര ബിരുദം നേടി, സ്പേസിനെ പറ്റി പഠനങ്ങൾ നടത്തി. അങ്ങനെ അവൾ ജോലിക്ക് അപേക്ഷിച്ചത് ഡൽഹിയിലെ ഒരു അമേരിക്കൻ സ്പേസ് ഫേമിലാണ്. അപ്പോൾ അവൾ പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് അവൾക്ക് അവിടെ ജോലിക്കാരിയായിട്ട് നിയമനം കിട്ടി. പക്ഷേ സ്പേസ് സെന്ററിൽ കാലത്ത് 8 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അവൾ ലിഫ്റ്റിൽ കയറി. അവൾ ആദ്യം ചെന്നെത്തിയത് സ്പേസ് സെന്ററിന്റെ 1ാമത്തെ മുറിയിലാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥ പറഞ്ഞു 2ാമത്തെ മുറിയിലാണ് എത്തേണ്ടത്. അവൾ വേഗം 2ാമത്തെ മുറിയിലേക്ക് ചെന്നു. കഷ്ടം, 1 മിനിറ്റ് വൈകിപ്പോയി. സമയ മാനേജ്മെന്റിലാണ് അവളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഗവേഷണം കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ് വൈകി, സമയപരിപാലനം ഇല്ല, അതുകൊണ്ട് നിങ്ങളെ ഇവിടെ ജോലിക്കെടുക്കാൻ വിഷമമാണെന്ന്. പാവം ആനിയുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും അവൾ ക്ഷമ ചോദിച്ചു. പക്ഷേ അവർ സ്വീകരിച്ചില്ല. സമയപരിപാലനത്തിനെ കുറിച്ച് അവൾ ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സമയപരിപാലനത്തിന്റെ 4 ചവിട്ടുവഴികൾ അവൾ തിരഞ്ഞെത്തിയത്. 1, ആസൂത്രണം, അതായത് പ്ലാനിങ്. 2, നിർവഹണം, അതായത് ഇംപ്ലിമെന്റേഷൻ. 3, പരിശോധന, ചെക്കിംഗ്. 4, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആനി ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു. അവൾ മിടുക്കിയായി സമയപരിപാലനം ലോകത്തെ അറിയിച്ചു. കൂട്ടരെ, ജൂൺ 2 സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ഈ കഥ, ആനിയുടെ കഥ, നിങ്ങൾ എല്ലാ കൂട്ടുകാരോടും പറയണം. അപ്പോ ഇവിടെ നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അമേയ. അമേയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് പാടിത്തരാമോ? കേക്കട്ടെ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചല്ലവുമായി താനെ വലിഞ്ഞുയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ. തരക്കോർത്തുള്ള ചെലക്കും വെറ്റിലച്ചല്ലത്തിലോ. ഭൂമിയെ പടമുടും അത്രയും വെറ്റിലായിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. പാട്ട് വളരെ നന്നായി കേട്ടോ. മിടുക്കി കുട്ടി. അപ്പോൾ സ്കൂൾ എന്നാ തുറക്കണേന്നറിയോ? സ്കൂൾ തുറക്കുന്നത് ജൂൺ 2.
ജൂൺ 2 പ്രവേശനോത്സവമാണ്. കളിയും ചിരിയും കുട്ടികൾക്ക്. അതുകൊണ്ട് ഇത്തവണ സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച പാഠപുസ്തകം വേണ്ട, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രവേശനോത്സവം ഗംഭീരാക്കണം. നമുക്ക് പല വിഷയങ്ങളും പഠിക്കണം. എന്തായാലും കൂട്ടുകാരെ, അമ്മയെക്കുട്ടി വായിച്ചു വായിച്ചു വളരണം കൂട്ടരെ, വാനോളം എത്തുവാൻ കൂട്ടുകാരെ. ഇന്നത്തെ കഥയും കവിതയും അമ്മയെക്കുട്ടിയുടെ പാട്ടും ഇഷ്ടായാൽ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണേ. നന്ദി, നമസ്കാരം. കഥയും കവിതയും കുട്ടികൾക്ക്